അപ്പോൾ ഇന്നൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കള്ളില്ലാതെ നമുക്ക് എങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാം എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ്സിന് പച്ചരി നല്ല കഴുകി ചോറ് മതി, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അങ്ങ് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. ഇതിങ്ങനെ കട്ടിക്ക് അങ്ങ് അരച്ചെടുക്കാം. കണ്ടോ, ഇത് അരയുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിന് അരയ്ക്കണ്ട, കുറച്ച് തരി വേണം. ഈ ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ ഒരു കുറച്ച് തരി വേണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഇങ്ങനെ ഇരിക്കും മാവ്. ഇനി നമുക്ക് അരച്ച് വെച്ച മാവിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ. ഇപ്പോൾ ഈ മാവ് അരിമാവ് നന്നായി ഇളക്കിയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഈ പാത്രത്തിൻ്റെ അടിയിൽ ഈ അരിയുടെ ഒരു പശപ്പുണ്ട്, അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കണം. കൈ വെച്ച് ഇളക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നന്നായി കൈ വാഷ് ചെയ്തിട്ട് നന്നായി ഞെരടി കൊടുത്താൽ മതി അരി. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ചെന്നോളും. അപ്പോൾ ഞാൻ തവി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ മാവെല്ലാം നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല പതഞ്ഞ് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കള്ളപ്പത്തിന് കറക്റ്റ് പാകം ഇതാണ്. അപ്പോൾ ബാക്കി ഉപ്പും ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെക്കാം. ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കല്ലാണ്. നമ്മൾ ഇതിനകത്ത് മസാല ദോശ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ദോശകളെല്ലാം ഉണ്ടാക്കുന്ന ഒരു കല്ല്. അപ്പോൾ നല്ല മയമായിട്ടുള്ളൊരു കല്ലാണ്. അപ്പോൾ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് തൂത്തത്. അപ്പോൾ ചെറുതായിട്ട് ഹോൾസ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കള്ളപ്പം അതുപോലെ ഇങ്ങനെയുള്ള ദോശ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെയാണ്. നല്ലെണ്ണ തൂത്ത് ഇതുപോലത്തെ കല്ലിൽ ഉണ്ടാക്കുന്നതാണ് രുചി. അപ്പോൾ അതാ ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാൻ കൂടി വെക്കുന്നുണ്ട്. അതും ഒരു ദോശക്കല്ലാണ്, ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. അപ്പോൾ അതിനകത്തേക്കും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ വെള്ളയപ്പ ചട്ടിയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വെള്ളയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. കണ്ട നല്ല സോഫ്റ്റ് കള്ളപ്പമായിട്ടുണ്ട്. നമ്മളിപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ ഹോൾസ് വരുന്നത് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും മാവ് കറക്റ്റ് ആയിട്ടുണ്ടോ, അപ്പം സോഫ്റ്റ് ആണോ എന്നൊക്കെ, ടേസ്റ്റ് ആണോ എന്നൊക്കെ. ഈ ഹോൾസ് വരുന്നതാണ് കറക്റ്റ്. ഇപ്പോൾ ഈ മാവ് ഏകദേശം കറക്റ്റാണ്, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഫുള്ളായിട്ട് എല്ലാവരും കാണണേ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇപ്പോൾ കള്ളില്ലെന്ന് വിചാരിച്ച് ഇത് കള്ളപ്പാവില്ലെന്ന് വിചാരിക്കണ്ട. അതിന് പകരം നമ്മൾ ഈസ്റ്റ് നന്നായി പുളിപ്പിച്ച് ഒഴിക്കണേ. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കാം. തേങ്ങാവെള്ളം ഒരു ബോട്ടിലിൽ നമ്മളൊരു ഫുൾ ഡേ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിത് അരയ്ക്കുമ്പോൾ ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ കള്ളിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഇതിനെ കള്ളപ്പം തന്നെയാണ് പറയുന്നത്. കള്ളൊഴിച്ചില്ലെങ്കിൽ ഇതിനെ കള്ളപ്പം തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലോ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ബീഫ് ഇപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ നല്ല ബീഫ് കറിയും അതുപോലെ ബീഫ് സ്റ്റൂ, ചിക്കൻ വറുത്തരച്ചത് എല്ലാം കൂട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ചിക്കൻ കറിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.